നമസ്കാരം, ഞാൻ ദേവനന്ദ. ഞാൻ ആര്യ. ഞങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ നിന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു താരതമ്യം കാണും. 2K കിഡ്സ്, 90s കിഡ്സ്, 80s കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പോൾ 90s കിഡ്സിനും 2K കിഡ്സിനും ഒക്കെ നമ്മുടെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റെ ലിറിക്സ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്താണ് അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു സ്മോൾ ഡിസ്കഷനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നടത്തുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി വരുന്നത് നമ്മുടെ പഴയകാല പാട്ടുകളാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നുള്ളത്. ഇപ്പോഴത്തെ 2K കിഡ്സിനാണെങ്കിലും കുറേ പേര് പഴയ കാലങ്ങളിലെ സോങ്സ് ഇഷ്ടപ്പെടുന്നവരാണ്. ആസ് മൈ പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്കെപ്പോഴും ഒരു 90s സോങ്സ് അല്ലെങ്കിൽ 80s സോങ്സിനോടാണ് കൂടുതൽ കണക്ഷൻ കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി റിപ്പീറ്റഡ് വാല്യൂ ഉള്ളതായിട്ട് എനിക്കിപ്പം 90s സോങ്സ് ഒക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ എഴുതി വെച്ചിട്ട് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ പറ്റി ഇപ്പോഴും പറയാം. വലിയൊരു മലയാള ഒരു ആർട്ടിന് ഭയങ്കര വലിയൊരു നഷ്ടമാണ് അദ്ദേഹം, ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിൻ്റെ വരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന് വരികൾ, ആ ലിറിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യാറുണ്ട്. ആ വരികൾ വെറുതെ ഒരു 2 വാക്കുകൾ ചേർത്തല്ല, അതുകൊണ്ട് ഒരു അർത്ഥം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനൊക്കെ അത് വളരെ നന്നായി സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ആസ് എ മലയാളി എന്ന നിലയിൽ ഭയങ്കര എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പണ്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ മനസ്സിൽ ഒരുപാട് തട്ടി ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കി. അതുപോലെ സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നല്ല നല്ല സോങ്സ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഷിൻ ശ്യാം ആയിക്കോട്ടെ, ജെയ്ക്സ് ബിജോയ് ആയിക്കോട്ടെ, ഇപ്പോഴും നമ്മുടെ ദീപക് ദേവ്, ഗോപി സുന്ദർ, അങ്ങനെ ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. നല്ല നല്ല സോങ്സ് ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അതെ, അത് ശരിയാണ്. അപ്പോൾ ഫീൽ ഗുഡ് സോങ്സ് ഭയങ്കര നന്നായിട്ട് ആൾക്കാരിലേക്ക് ഒരു മനസ്സിലെ ആഴത്തിൽ പതിയാൻ പറ്റുന്ന ഫീൽ ഗുഡ് സോങ്സ് അത് 20s ഇറങ്ങുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ ഒരു 90s ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈയിടെയായിട്ട് ഞാനൊരു കുറച്ച് കൊച്ചുകുട്ടികൾ, ഒരു 21, 22 ഏജസ് ഉള്ള ഒരു കുട്ടികളുടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ആക്ച്വലി ആ പാർട്ടിയിൽ ഇവരെല്ലാവരും കമ്പൈൻ ചെയ്ത് പാടിയ ഒരു പാട്ടുണ്ട്. നമ്മളെല്ലാവരും ഞാൻ ഓർത്ത് ഈ കുട്ടികളുടെ ഒക്കെ മനസ്സിൽ ഈ സോങ് ഇത്രയും രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാം നമ്മുടെ വിദ്യാജിയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മലയാള അസാധ്യ ഒരു കോമ്പിനേഷനാണ്. അത് എന്തെയൊന്നും വന്നില്ലായിരുന്നു. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. എന്താ എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും ഭയങ്കര ഫീലാവുന്ന. അദ്ദേഹം ഇപ്പൊ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സോ ഹേർട്ടിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ഇപ്പോൾ ചില കുട്ടികൾ ഇപ്പോഴത്തെ കാലത്തും ഈ ജനറേഷൻ ജനിച്ച കുട്ടികൾക്ക് പണ്ടത്തെ പാട്ടിനോട് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പം ഒരുപാട് റാപ്പ് സോങ്സ്, ഒരുപാട് വേറെ വേറെ താളങ്ങളിലുള്ള പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ വേറെയുണ്ട്. ഒരു ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ ആണ്. ഇപ്പം ചിലവർക്ക് ഇപ്പോഴും പണ്ടത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഇപ്പോഴത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇല്ല. ഡിപ്പെൻഡ്സ്, ശരിയാണ്. പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പിന്നെ 20s എന്ന് പറയുന്നത് നമുക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. 20s കുറച്ച് മൂവീസ് നമ്മളിപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്ന ചില മൂവീസ് 2000 ഇറങ്ങിയതാണ്. ഒരുപാട് സോങ്സ് ഉണ്ട് അതുപോലെ. അതെ, ക്രോണിക് ബാച്ചിലർ സ്വയംവര ചന്ദ്രികയെ, അതിപ്പോ നമ്മൾ അതിനകത്തെ അനുപല്ലവി, മെയിൻ പല്ലവിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നതാണ് അനുപല്ലവി എന്ന് പറഞ്ഞാൽ. ഇന്നും അവൾ മാത്രം ഇപ്പം നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആരെയായിരിക്കും? ജയചന്ദ്രൻ മാസ്റ്റർ. അതെ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇത്രയും നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന ഒരു സൗണ്ട് എന്ന് പറയാൻ എനിക്ക് വേറെ ആരും ഇല്ലെന്നല്ല, ആക്ച്വലി അങ്ങനെയല്ല. പക്ഷെ അത്രയും നമുക്ക് എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് സിംഗേഴ്സ് കാണുമല്ലോ. സോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ജയചന്ദ്രൻ സാറ്. അദ്ദേഹത്തിനാണെങ്കിൽ നീ ഒരു പുഴയായി തഴുകുമ്പോൾ, ഇങ്ങനെ കുറേ സോങ്സ് ഉണ്ട്. എൻ്റെ ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മെയിനായിട്ടും ജയചന്ദ്രൻ സാറിൻ്റെ സോങ്സ് ആണുള്ളത്. ഇപ്പോൾ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പേര് ഇനിയും ഉണ്ട്, ഒരുപാട് മ്യൂസീഷ്യൻസ്. അപ്പോൾ നമുക്ക് സംഗീതത്തെ പറ്റി പറയാനാണെങ്കിൽ ഇത്ര സമയം പോരാ, നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ് വളരെ കുറവാണ്. സംഗീതം കടൽ പോലെയാണെന്നാണ്. അപ്പം നമ്മളിപ്പോൾ 1-2 വാക്കിൽ അത് അവസാനിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് എന്താണ്? അപ്പം ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫേവറേറ്റും ഞങ്ങളുടെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഇടുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ വാങ്ങുകയാണ്. അപ്പോൾ ഇതിലും മികച്ചൊരു ടോപ്പിക്കുമായി ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വേറൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.